മക്കൾസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന നമ്മുടെ പ്രഷർ എന്നുള്ള ചാപ്റ്റർ വെറും കുറഞ്ഞ സമയത്ത് ക്വിക്ക് ആയിട്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം നമ്മൾ പഠിക്കാൻ പോവാണ്. എക്സാമിന് ചോദിക്കാൻ പോകുന്ന പോർഷൻസ് എന്നൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ പ്രഷർ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന, നോർമൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് വിളിക്കുന്നത്. ഒരു യൂണിറ്റ് പരപ്പളവിൽ വരുന്ന ലംബമായി അനുഭവപ്പെടുന്ന ബലമാണ് നമ്മൾ എന്തെന്ന് പറയുന്നതാണ്, മർദ്ദം എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോ ഈ മർദ്ദം അല്ലെങ്കിൽ പ്രഷർ കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. P=F/A എന്നാണ് ഇക്വേഷൻ അല്ലേ. ആ എഫ് എന്ന് പറയുന്നത് ആരാണ്? ഈ പറഞ്ഞിട്ടുള്ള ഫോഴ്സ് ആക്ടിങ് നോർമലി, ലംബമായി അനുഭവപ്പെടുന്ന ബലം. അതിന് നമ്മൾ വിളിക്കുന്ന വേറൊരു പേരുണ്ട്. അതെന്താണ്? ത്രസ്റ്റ്. ത്രസ്റ്റ് അഥവാ വ്യാപക മർദ്ദം എന്നാണ് നമ്മൾ വിളിക്കുക കേട്ടോ. അപ്പൊ ഈ എഫിന്റെ സ്ഥാനത്ത് ശരിക്കും എന്തും വരും? ത്രസ്റ്റ് എന്നും വരും, അല്ലെങ്കിൽ വ്യാപക മർദ്ദവും ആയിരിക്കും. അപ്പൊ P=F/A എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. എടാ, F/A എന്ന് പറയുന്ന സമയത്ത് എല്ലാ സമയത്തും ചിലപ്പോൾ P കാണാനായിരിക്കില്ല ചോദിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ F കാണാൻ പറയും, അല്ലെങ്കിൽ A കാണാൻ പറയും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? F കാണണം എന്നുണ്ടെങ്കിൽ Aനെ തട്ടിക്കോ. അപ്പൊ P×A എന്നായിട്ട് മാറി. A അങ്ങോട്ട് തട്ടുക, അപ്പൊ A×P. ഇനി A കാണാൻ ചോദിക്കുന്നുണ്ടെങ്കിലോ, A കാണണമെങ്കിൽ A അങ്ങോട്ട്, P അങ്ങോട്ട് തട്ടുക, അപ്പൊ F/P. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദ്യങ്ങൾ വരും, കാണുക. ഓക്കെ, പ്രഷർ എന്നിട്ട് കണ്ടിട്ട് നമ്മൾ യൂണിറ്റ് ഏതാണ്? പ്രഷറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എടാ ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഏരിയ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ N/m² ആണ് യൂണിറ്റ് വരുന്നത്. പക്ഷെ SI യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഏതാണ്? പാസ്കൽ ആണ് കേട്ടോ. പാസ്കൽ ആണ് പ്രഷറിന്റെ SI യൂണിറ്റ് ആയിട്ട് വരുന്നത്. N/m² പാസ്കലും രണ്ടും സെയിം ആണ്. ക്ലിയർ? ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല സമയങ്ങളിലും നമ്മളിപ്പോ ഒരു സാധനം തന്നെ നമ്മൾ പല രീതിയിൽ വെക്കാന്ന് വിചാരിക്കാം. ഓക്കെ, പല രീതിയിൽ നമുക്കിപ്പോൾ ഒരു സാധനം വെക്കാൻ പറ്റും. അപ്പൊ എന്റെ കയ്യിൽ ഒരു കോൺക്രീറ്റ് കട്ടയുണ്ട്. ഇങ്ങനെയുള്ള ഒരു കോൺക്രീറ്റ് കട്ടയുണ്ട്. വരക്കുന്നൊന്നും ശരിയാക്കിയില്ലെങ്കിലും ഇങ്ങനെയുള്ള ഒരു കോൺക്രീറ്റ് കട്ട എന്റെ കയ്യിലുണ്ട്. ഓക്കെ, എനിക്കത് ഈ സൈഡ് വെച്ചിട്ട് വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, അങ്ങനെ 3 രീതിയിൽ വെക്കാം. ഓക്കെ, അപ്പൊ ഒരു സാധനത്തിന്റെ മുകളിൽ, ഇപ്പൊ ഒരു സ്പോഞ്ചും കട്ടേന്റെ മുകളിൽ ഞാൻ ഈ സാധനത്തിന് ഇങ്ങനെ എനിക്ക് വെക്കാൻ പറ്റും, ഈ സാധനത്തിന് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വെക്കാൻ പറ്റും. പറ്റൂലേ? എടാ, ഈ 2 കേസിലും ഇത് താഴോട്ട് കൊടുക്കുന്ന ബലം എന്താണ്? അല്ലെങ്കിൽ ഇവിടെ താഴോട്ട് വരുന്ന, ഇപ്പൊ നമ്മൾ പറഞ്ഞു ലംബമായി അനുഭവപ്പെടുന്ന ബലം, അല്ലെങ്കിൽ നോർമൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു അല്ലെ, പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആ ഫോഴ്സ് രണ്ടിലും എന്താണ്? സെയിം ആണ്. അപ്പൊ ഇങ്ങനെ ഫോഴ്സ് സെയിം ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ബലം സെയിം ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ അവിടെ ഒരു റൂൾ ഉണ്ട്. അതായത് P=F/A ആണല്ലോ. ഓക്കെ, P=F/A ആണല്ലോ. ഈ ഫോഴ്സ് എല്ലാത്തിലും സെയിം ആണ്. ഓക്കെ, ഫോഴ്സ് സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ 2 കേസിലെ പ്രഷർ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 2 പേരിലുള്ള എഫ് സെയിം ആണ്. ആര് മാത്രമേ വ്യത്യാസമുള്ളൂ? ഇവിടുത്തെ ഏരിയ, ഇവിടുത്തെ ഏരിയ അല്ലെ, രണ്ടിലും പരപ്പളവിൽ മാത്രമേ വ്യത്യാസമുള്ളത്. അപ്പൊ ഇവിടുത്തെ പ്രഷറിനെ ഇനി തീരുമാനിക്കുന്നത് ആരാണ്? A ആണ്. കാരണം എഫിന് റോളില്ല, എഫ് രണ്ടിലും സെയിം ആണ്. അതുകൊണ്ട് ഇനി ആരെയാണ് പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത്? പ്രഷർ ഇനി ഡിപ്പെൻഡ് ചെയ്യുന്നത് A, അല്ലെങ്കിൽ നമ്മുടെ പരപ്പളവിനെയാണ്. അപ്പൊ പരപ്പളവ് എങ്ങനെ മാറുന്നു അതിനനുസരിച്ചിട്ടാണ് ആര് മാറുക? പ്രഷർ മാറുക. അപ്പൊ നിങ്ങളോട് ചോദിക്കും, എടാ ഒരു സ്ഥലത്തെ പരപ്പളവ് ഇത്രയാണ്, എത്രയായിരിക്കും, ആർക്കായിരിക്കും കൂടുതൽ പ്രഷർ, ആർക്കായിരിക്കും കുറവ് പ്രഷർ എന്നൊക്കെ ചോദിക്കും. അപ്പൊ എഫ് സെയിം ആണെങ്കിൽ പ്രഷറും ഏരിയയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, അതായത് വിപരീത അനുപാതത്തിലായിരിക്കും. അങ്ങനെ വിപരീത അനുപാതത്തിലായി കഴിഞ്ഞാൽ ഒരാൾ കൂടുമ്പോൾ ഒരാൾ കുറയും. അപ്പൊ A കൂടുമ്പോൾ P കുറയും, A കുറയുമ്പോൾ P കൂടും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫോഴ്സ് അല്ലെങ്കിൽ ത്രസ്റ്റ് സെയിം ആണെങ്കിൽ എവിടെയാണോ ഏരിയ കുറവുള്ളത് അവിടെയാണ് പ്രഷർ കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ബലം അല്ലെങ്കിൽ വ്യാപക മർദ്ദം സ്ഥിരമാണെന്നുണ്ടെങ്കിൽ എവിടെയാണോ പരപ്പളവ് കുറവ് അവിടെയാണ് പ്രഷർ കൂടുതൽ ഉണ്ടാവുക. അപ്പൊ നിങ്ങളോട് പല കേസുകളും പറയും. ഇപ്പൊ കത്തിക്ക് എന്തുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് മൂർച്ചയാക്കുന്നത് എന്ന് ചോദിക്കും. എന്തുകൊണ്ടാ? നമ്മൾ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ പ്രഷർ കൂടും. മനസ്സിലായോ? ഇപ്പോ ബുൾഡോസർ, അല്ലെങ്കിൽ നമ്മുടെ മറ്റേ എന്താ പറയാ, അങ്ങനത്തെ ബുൾഡോസറോ അല്ലെങ്കിൽ ബാഗിന്റെ സ്ട്രാപ്പിന് എന്തുകൊണ്ടാണ് വീതി കൂടുതൽ? അങ്ങനെ വീതി കൂടാന്നൊക്കെ പറയുമ്പോൾ, അതായത് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത്, ഏരിയ എവിടെയാണോ കൂടുതൽ വരുന്നത് അവിടെ നമുക്ക് പ്രഷർ കുറയ്ക്കാൻ പറ്റും, ഏരിയ എവിടെയാണോ കുറവ് വരുന്നത് അവിടെ നമുക്ക് പ്രഷർ കൂട്ടാൻ പറ്റും. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ എന്ത് ചെയ്യാം? ചോദ്യങ്ങൾ വന്നേക്കാം കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ പറയുന്നതൊക്കെ എന്തിനെ കുറിച്ചാണ്? സോളിഡ്സ് അല്ലെങ്കിൽ ഖരരൂപങ്ങളെ കുറിച്ചാണ്. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ്രാവക മർദ്ദം അല്ലെങ്കിൽ ലിക്വിഡ് പ്രഷർ ആണ്. സോളിഡ്സിലും ലിക്വിഡ്സിലും ഗ്യാസസിലും, അതായത് ഖരരൂപങ്ങളിലുള്ള വസ്തുക്കളിലും ദ്രാവകങ്ങളും വാതകങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മർദ്ദം കൊടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചത് എന്തിനെ കുറിച്ചാ? ഖരരൂപത്തിലുള്ള വസ്തുക്കളിലുള്ള മർദ്ദത്തിനെ കുറിച്ച്. ഇനി നമ്മൾ പറയുന്നത് ലിക്വിഡ് പ്രഷർ അഥവാ ദ്രാവക മർദ്ദത്തിനെ കുറിച്ചാണ്. ദ്രാവക മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു ദ്രാവകം കൊടുക്കുന്ന മർദ്ദം, അതാണ് ദ്രാവക മർദ്ദം. ഓക്കെ, അപ്പൊ ഈ ദ്രാവക മർദ്ദത്തിന്റെ ഡെഫിനിഷൻ നമ്മൾ എങ്ങനെ പറയാ? ത്രസ്റ്റ് ദാറ്റ് ലിക്വിഡ് എക്സേർട്സ് പെർ യൂണിറ്റ് ഏരിയ, അതിനാണ് ലിക്വിഡ് പ്രഷർ എന്ന് പറയാ. ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മളുടെ ദ്രാവക മർദ്ദം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭാഗത്ത് നമ്മളോട് ചോദ്യം വരെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദ്രാവക മർദ്ദത്തിനെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളുണ്ട്, 2 ആൾക്കാർ. ആ 2 ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്
ഡെപ്ത് ആണ്, ഡെപ്ത് അഥവാ ആഴം. ഓക്കെ, രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ് അഥവാ സാന്ദ്രത. റെഡി റെഡി ഈ രണ്ടാൾക്കാർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ദ്രാവക മർദ്ദത്തിനെ സ്വാധീനിക്കുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാല് എടാ ആഴം കൂടുമ്പോൾ പ്രഷർ കുറയും. അതായത് ആഴം കൂടുതലുള്ള സ്ഥലത്ത് എന്തായിരിക്കും, പ്രഷർ കൂടുന്നതായിരിക്കും. ഞാൻ ഇതിൻ്റെ അകത്ത് ആഴം കൂടുമ്പോൾ എന്ന് തുടങ്ങുന്നില്ലേ, അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇനി പറയുന്ന ആദ്യം കേട്ടോ. അതായത് എടാ ആഴം കൂടുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും, കൂടും. അതായത് കൂടുതൽ ആഴങ്ങളിൽ കൂടുതൽ പ്രഷർ ഉണ്ടാകും. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു പാത്രത്തിൽ വെള്ളമുണ്ട്. എടാ ഇങ്ങനെയാണ് വെള്ളം കിടക്കുന്നത്. ഇത് പോയിന്റ് എ, ഇത് പോയിന്റ് ബി. ഓക്കെ, എയിലുള്ള പോയിന്റിനേക്കാൾ പ്രഷർ കൂടുതലായിരിക്കും ബിക്ക്. കാരണം എന്താ, ആഴം കൂടുതലാണ്. അപ്പൊ ആഴം കൂടുമ്പോൾ പ്രഷർ കൂടും. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഡെൻസിറ്റി അഥവാ സാന്ദ്രത. ഓക്കെ, ദ്രാവകങ്ങളുടെ ഡെൻസിറ്റി ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിൽ ഡെൻസിറ്റി കൂടുതലുള്ള ആൾക്ക് കൂടുതൽ പ്രഷർ ഉണ്ടാവും. ഓക്കെ, ഡെൻസിറ്റി കൂടിയാൽ പ്രഷർ എന്ത് ചെയ്യും, കൂടും. ഇത് രണ്ടുമാണ് മെയിൻ കാര്യങ്ങൾ. അപ്പൊ നിങ്ങളോട് ചോദ്യം വരാനുള്ള ഒരു സാധ്യത ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഒരു പാത്രം ഇങ്ങനെയാണ്, ഒരു പാത്രം ഇങ്ങനെയാണ്, ഒരു പാത്രം ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ടുണ്ട്. നിങ്ങളോട് ചോദിക്കും ഇതിൽ ഏത് പാത്രത്തിന്റെ മൂട്ടിലാണ് ഏറ്റവും കൂടുതൽ പ്രഷർ എന്ന് ചോദിക്കും. നിങ്ങൾ എന്ത് മാത്രം ആലോചിച്ചാൽ മതി, ദ്രാവക മർദ്ദം അല്ലെങ്കിൽ ലിക്വിഡ് പ്രഷറിനെ എഫക്ട് ചെയ്യുന്ന ആകെ രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ. ഒന്ന് ഡെൻസിറ്റി, ഒന്ന് ഡെപ്ത്. ഡെപ്തും ഡെൻസിറ്റിയും മാറുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. വേറെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും കോയിനഹി. ഓക്കെ, റെഡി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇത് നമ്മുടെ ലിക്വിഡ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മാനോമീറ്റർ അല്ലെങ്കിൽ മർദ്ദമാപ്പിനി എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി ലിക്വിഡ് പ്രഷർ കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നത് ഗ്യാസ് പ്രഷർ അഥവാ വാതക മർദ്ദത്തിനെ കുറിച്ചാണ്. അപ്പൊ വാതക മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വാതകങ്ങൾ കൊടുക്കുന്ന മർദ്ദമാണ് വാതക മർദ്ദം. സിമ്പിൾ ആണ്. ഓക്കെ, പക്ഷെ ഈ മർദ്ദം വരുന്നത് അതിലുള്ള കണികകളില്ലേടാ, പാർട്ടിക്കിൾസ്. വാതക അല്ലെങ്കിൽ ഗ്യാസിന്റെ ഉള്ളിലുള്ള ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഗ്യാസിന്റെ ഉള്ളിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ആ പാർട്ടിക്കിൾസ് തമ്മിൽ എന്ത് ചെയ്യും, ഈ വാതകം അല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രത്യേകത എന്താ, അത് കുറച്ച് ലൂസാണ് അല്ലെ. സോളിഡ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ നിൽക്കായിരിക്കും. ലിക്വിഡ്സിൽ കുറച്ചുകൂടെ വിട്ടിട്ടായിരിക്കും. ഓക്കെ, പക്ഷെ എന്നാലും ഇവര് ഫ്രീ അല്ല. പക്ഷെ ഗ്യാസിന്റെ കേസിൽ ഒരു ഭയങ്കര ഫ്രീയാ. അങ്ങനെ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഇവര് തമ്മിൽ ഓടിയിട്ട് നന്നായിട്ട് കൂട്ടിമുട്ടലുകൾ നടക്കും. ഓക്കെ, ആ കൂട്ടിമുട്ടലുകൾ കാരണമാണ്, ഈ പാർട്ടിക്കിൾസിന്റെ കൂട്ടിമുട്ടലുകൾ കാരണമാണ് എന്തുണ്ടാവുന്നത്, പ്രഷർ ഉണ്ടാവുന്നത്. അപ്പൊ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് ഗ്യാസ് പ്രഷർ. അത് ഉണ്ടാകാൻ കാരണം കൊളീഷൻ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഗ്യാസ് പ്രഷറിനെ നമ്മൾ ലിക്വിഡ് പ്രഷറിനെ എഫക്ട് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് കണ്ടു, ഡെപ്തും ഡെൻസിറ്റിയും. അതേപോലെ ഗ്യാസ് പ്രഷറിനെ എഫക്ട് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് അല്ല, 3 ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തേത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ഏത്, കണികകളുടെ എണ്ണം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. എടാ കണികകൾ കൂടുമ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങൾ കൺസെപ്റ്റ് വെച്ച് ആലോചിച്ചാൽ മതി. ഞാൻ പറഞ്ഞു കൂട്ടിമുട്ടലുകൾ കാരണമാണ് എന്തുണ്ടാവുന്നത്, ഗ്യാസ് പ്രഷർ ഉണ്ടാവുന്നത്. കണികകളുടെ എണ്ണം കൂടുതലാണ്, അതായത് പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുകയാണ്. പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടി കഴിഞ്ഞാൽ ഇവർ നന്നായിട്ട് കൂട്ടിമുട്ടൽ നടക്കൂലേ. അപ്പൊ എന്തായാലും പ്രഷർ കൂടൂലേ, പ്രഷർ കൂടും. അപ്പൊ പാർട്ടിക്കിൾസ് കൂടുമ്പോൾ പ്രഷർ കൂടും. ഓക്കെ അല്ലേ. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. എടാ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടിയിൽ ആരെങ്കിലും കൊണ്ടുവന്ന് തീയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എണീറ്റ് ഓടൂലേ. അതേപോലെ തന്നെയാണ് നമ്മുടെ പാർട്ടിക്കിൾസും. പാർട്ടിക്കിൾസിന് കുറച്ച് അല്ലെങ്കിൽ അവരുടെ താപനില കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് ഓടും. ഭയങ്കരമായിട്ട് ഓടുമ്പോൾ നല്ല കൂട്ടിമുടി നടക്കൂലേ, അപ്പൊ പ്രഷർ വീണ്ടും കൂടും. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോഴും എന്ത് കൂടുവാടാ, പ്രഷർ കൂടും. താപനില കൂടുമ്പോൾ മർദ്ദം കൂടും. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് വോളിയം ആണ്. വോളിയം. ഓക്കെ, വോളിയത്തിന്റെ കേസിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇത്ര സ്ഥലത്ത് ആണ് ഇപ്പൊ പാർട്ടിക്കിൾസ് നിൽക്കുന്നത്. അപ്പൊ ഇവര് തമ്മിൽ ഇങ്ങനെ ഓടുന്നു, കൂട്ടിമുട്ടുന്നു, പ്രഷർ ഉണ്ടാവുന്നു. ഇവരെല്ലാരും കൂടി ഞാൻ ഇത്രയും സ്ഥലത്തിലേക്ക് മാറ്റി. എടാ ഇവർക്ക് ഓടിക്കളിക്കാൻ കുറെ സ്ഥലം കിട്ടിയില്ലേ, അപ്പൊ കൂട്ടിമുട്ടൽ കുറയുമല്ലോ, കുറയും. അതായത് വോളിയം കൂടുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും, കുറയും. ക്ലിയർ. വ്യാപ്തം കൂടുമ്പോൾ മർദ്ദം എന്ത് ചെയ്യും, കുറയും. ഈ 3 ഫാക്ടേഴ്സ് ആണ് ഗ്യാസ് പ്രഷറിനെ എഫക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് ആണ് അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാലോ നമ്മുടെ എർത്തിന് ചുറ്റും അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഈ അറ്റ്മോസ്ഫിയർ ഈ എർത്തിലുള്ള എല്ലാ ഒബ്ജക്ട്സിന്റെ മുകളിലും കൊടുക്കുന്ന പ്രഷറിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അതായത് അന്തരീക്ഷം ചെലുത്തുന്ന മർദ്ദത്തിനെയാണ് അന്തരീക്ഷ മർദ്ദം എന്ന് വിളിക്കുക. അപ്പൊ ഒരു സാധനത്തിന്റെ മുകളിലുള്ള അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ബാറാണ് കേട്ടോ. ബാറാണ് നമ്മളുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സാധനത്തിന്റെ മുകളിൽ ഉണ്ടാവുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ എങ്ങനെ എടുക്കാം, എടാ ഇതൊരു സാധനം. ഓക്കെ, ഈ സാധനത്തിന്റെ മുകളിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ കണക്കാക്കണം എന്നുണ്ടെങ്കിൽ ഈ സാധനത്തിന്റെ മുകളിൽ ഇത് ഇത്രയും ഏരിയയിലേക്ക് എത്ര അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എത്ര എയർ കോളം എന്നാ നമ്മൾ പറയും, വായു കൂപം എന്ന് പറയും. അതായത് എത്ര അറ്റ്മോസ്ഫിയർ ആണ് ഈ ഏരിയയിലേക്ക് വരുന്നത്, അതിന്റെ വെയിറ്റ്. ഓക്കെ, അതിന്റെ വെയിറ്റ് ആണ് ഇതിന്റെ മുകളിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിട്ട് നമ്മൾ പറയാം. ഓക്കെ, അതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഈ സാധനം ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ ഇത്രയും എയർ കോളം ഉണ്ട്. ഇത് ഇവിടെയാണെന്നുണ്ടെങ്കിലോ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് നോക്കിയാൽ പോരെ. അതായത് നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന്, എർത്തിന്റെ സർഫസിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് പോകും തോറും നമ്മളെ മുകളിൽ വരുന്ന അറ്റ്മോസ്ഫിയറിന്റെ അളവ് കുറയും.
ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ മുകളിൽ വരുന്ന പ്രഷർ കുറയും. അതായത് എർത്തിന്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞു വരും എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യും? കുറഞ്ഞു വരുന്നു. ക്ലിയർ അല്ലേ? ഇനി എല്ലാ സ്ഥലത്തും പോയിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്റെ മുകളിലുള്ള എന്ത് നോക്കിയാൽ മതി? അറ്റ്മോസ്ഫിയർ നോക്കിയാൽ മതി. ഇപ്പൊ കുറച്ച് താഴെയുള്ള ആളാണെങ്കിൽ അയാളുടെ മുകളിലൊന്നും. അപ്പൊ എല്ലാ സ്ഥലത്തും പോയിട്ട് നമുക്ക് പ്രഷർ എഴുതാൻ പറ്റുമോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സീ ലെവൽ, അതായത് സമുദ്രനിരപ്പിലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എടുത്തിട്ടുണ്ട്. അതാണ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അഥവാ പ്രമാണ അന്തരീക്ഷ മർദ്ദമായിട്ട് നമ്മൾ പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 1 ATM ആണ്. ഒരു ATM. ഓക്കെ, ഒരു ATM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണക്കാക്കാന്നറിയോ? നമ്മൾ ഒരു 0.76 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 76 സെന്റിമീറ്ററിൽ നമ്മളൊരു മെർക്കുറി എടുക്കും. ഒരു പാത്രത്തിൽ നിങ്ങൾ 76 സെന്റിമീറ്റർ എന്തെടുക്കുക? മെർക്കുറി എടുക്കുക. യൂണിറ്റ് ഏരിയ ആയിരിക്കണം. യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1 മീറ്റർ സ്ക്വയർ, 1 സെന്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ സ്ക്വയർ. അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 വരണം. ഒന്നായിരിക്കണം. 1 മീറ്റർ സ്ക്വയർ ആവാം. യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ ആവാം, 1 സെന്റിമീറ്റർ സ്ക്വയർ ആവാം. അപ്പം യൂണിറ്റ് എന്താ പറയുക, വേറെ നമ്മൾ പറയാ യൂണിറ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെക്കൻഡ്, അല്ലെങ്കിൽ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെക്കൻഡ്, 1 മിനിറ്റ്, 1 ഹവർ, അങ്ങനെയൊക്കെയാ പറയാം. അപ്പോൾ ഒരു യൂണിറ്റ് ഏരിയയിൽ 76 സെന്റിമീറ്റർ മെർക്കുറി എത്രത്തോളം എന്താ പറയാ വെയിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പ്രഷർ എത്രയാണ്, അതാണ് 1 ATM എന്ന് പറയുന്നത്. ആ ഒരു ATM എന്ന് പറയുന്നത് 1,1325 പാസ്കലാണ്. 1 ATM is equal to 1,01,325 പാസ്കൽ. വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. 1 ATM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁵ പാസ്കലാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് ഉപയോഗിച്ചാൽ മതി. ഇത് എന്തായാലും ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, പിന്നെ ഏറ്റവും ലാസ്റ്റിൽ ഒരു പരിപാടിയാണ് പ്രഷർ ബാലൻസ് അഥവാ മർദ്ദസന്തുലനം എന്ന് പറയുന്നത്. അതായത് ഈ പ്രഷർ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഷറിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ മൊത്തത്തിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ഒരു സ്ഥലത്ത് കൂടുതലും ഒരു സ്ഥലത്ത് കുറവും നിൽക്കാൻ സമ്മതിക്കൂല. അപ്പൊ പ്രഷർ കൂടുതലുള്ള ഒരു സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യും? പ്രഷർ കുറവുള്ള സ്ഥലത്തേക്ക് പോകും. അതാണ് പ്രഷർ ബാലൻസ് അഥവാ മർദ്ദസന്തുലനം എന്ന് പറയുന്നത്. അത് നമ്മളുടെ പല കേസിലും എന്താണ് ഇത് നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് ചോദ്യം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവമാണ് നിങ്ങളോട് തരിക. എന്നിട്ട് ചോദിക്കും ഇത് എന്തുകൊണ്ട് ഇങ്ങനെ. ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കും, ഈ എന്താ പറയാ നമ്മുടെ കുന്നിന്റെ മണ്ടയ്ക്ക് കയറുന്ന ആൾക്കാരില്ലേ, മൗണ്ടെയിൻ ക്ലൈംബേഴ്സ്, അവർ കയറി പോണ സമയത്ത് അവർ കുറെ ഹൈറ്റിലെത്തുന്ന സമയത്ത് അവരുടെ മൂക്കിൽ നിന്ന് ചോര വരും. എന്തുകൊണ്ട്? അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അവർ ഹൈറ്റിലേക്കാണ് കയറി പോണത്. കുറെ ഹൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൈറ്റ് കൂടുന്തോറും പ്രഷർ കുറയും, നമുക്കറിയാലോ. അപ്പൊ ഹൈറ്റ് കൂടി മുകളിലേക്ക് പോകുന്ന ആൾക്കാർക്ക് പോകുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയാണ്. അപ്പൊ പുറത്ത് പ്രഷർ കുറഞ്ഞു, നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ചോര ഓടുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ ബ്ലഡ് പ്രഷർ അല്ലേ? അവിടെ പ്രഷർ ഉണ്ട്. അപ്പൊ പുറത്ത് പ്രഷർ കുറവാണ്, നമുക്ക് പ്രഷർ കൂടുതലാണ്. അപ്പൊ എന്ത് സംഭവിക്കും? പ്രഷർ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകാനായി ശ്രമിക്കുക. അപ്പൊ നമ്മളുടെ ബ്ലഡിന്റെ വെയിൻസ് അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പിന്റെ ഉള്ളിലുള്ള പ്രഷർ കൂടുതലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഞരമ്പ് പൊട്ടും. അതൊക്കെയാണ് സംഭവിക്കുന്നത്. അതേപോലെയാണ് നമ്മളിപ്പോൾ ഈ റബ്ബർ സക്കർ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്ന സാധനങ്ങളിലേടാ, ഒട്ടിച്ച് വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അതിന്റെ ഉള്ളിലുള്ള എയർ മൊത്തം പോകും. അപ്പൊ ഉള്ളിൽ പ്രഷർ കുറയും, പുറത്ത് പ്രഷർ കൂടുതലായിരിക്കും. അപ്പൊ ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. പക്ഷെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സാധനം ഇങ്ങനെ തള്ളി നിർത്താൻ പറ്റും. അങ്ങനെയൊക്കെയാണ് കുറെ സാധനങ്ങൾ. അപ്പൊ ഈ സംഭവങ്ങൾ തന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള രീതിയിലാണ് ചോദ്യം വരിക. അപ്പൊ ഇത്രയും പാട്ടാണ് ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഡെഫിനിഷൻസ് പഠിക്കുക, ഇക്വേഷൻസ് പഠിക്കാം, നമ്മുടെ ലിക്വിഡ് പ്രഷറിനെയും അതേപോലെ തന്നെ ഗ്യാസ് പ്രഷറിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതാണെന്നുള്ളത് പഠിക്കുക. അതേപോലെ മർദ്ദസന്തുലനം അല്ലെങ്കിൽ പ്രഷർ ബാലൻസ് വരുന്ന ഭാഗത്തെ കുറച്ച് കേസ് സിനാരിയോസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. അതേപോലെ തന്നെ നമ്മളുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്തരീക്ഷ മർദ്ദം, അതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് ചാപ്റ്ററാണ്. ഇതിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചാപ്റ്റർ ഫുൾ റിവിഷൻ നമ്മൾ ഇന്ന് രാത്രി വരുന്ന ലൈവിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അവിടെ വരിക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടുക. ഇന്ന് രാത്രി കാണാം.